إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. ഹിജ്റ കലണ്ടർ പ്രകാരം 1446 റജബ് മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നാം മനസ്സിലാക്കിയതുപോലെ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പവിത്രതയുള്ള, പ്രാധാന്യമുള്ള ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ അടങ്ങുന്ന രീതിയിൽ പ്രത്യേകമായി പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ 12 മാസങ്ങളായി കണക്കാക്കിയിരിക്കുന്നു എന്നാണ്. അത് അല്ലാഹുവിന്റെ കൃത്യമായ നിയമമാണ്, രേഖയാണ്. അതിൽ തന്നെ 4 മാസങ്ങളെ മിൻഹ 4 ഹുറും, 4 മാസങ്ങളെ പ്രത്യേകം പവിത്രതയുള്ളതാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ നിങ്ങൾ അതിക്രമങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, എല്ലാ മാസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമ്, അതിക്രമങ്ങളെ നിരോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാസം നമുക്ക് അക്രമം ചെയ്യാം, അതിക്രമം ചെയ്യാം എന്ന് പറയുന്നില്ല. എല്ലാ മാസങ്ങളിലും അങ്ങനെ തന്നെ. എന്നാൽ പ്രത്യേകമായി യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള പവിത്രതയുള്ള മാസങ്ങൾ എന്ന നിലക്കാണ് ഈ മാസങ്ങളെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ പ്രത്യേകമായും വിശ്വാസി സമൂഹം ജാഗ്രത പുലർത്തണം. മറ്റെല്ലാ മാസങ്ങളിലും എന്ന പോലെ തന്നെയാണ് ആ മാസത്തിലും അക്രമങ്ങളും അനീതികളുമൊക്കെ നിരോധിച്ചത്. എങ്കിലും ഈ 4 മാസങ്ങൾ പ്രത്യേകമായി പരിഗണിക്കണം എന്നത് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. മറ്റേത് കാലഘട്ടത്തിലും തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗൗരവം ഈ 4 മാസങ്ങളിൽ കൂടുതലായി ഉണ്ടാകും. അതേപോലെ തന്നെ അതിലെ നന്മകൾക്കും അതിനനുസരിച്ചുള്ള പ്രാധാന്യമുണ്ടാകും എന്നത്
ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അടക്കമുള്ള ആളുകൾ അവരുടെ തഫ്സീറുകളിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അസ്സമാനു ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർള്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ തന്നെ കാലത്തെ കണക്കാക്കുന്നത് അസ്സനതു 12 ശഹറൻ, ഒരു വർഷം 12 മാസമായി കൊണ്ടാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പ്രത്യേകം പവിത്രതയുള്ളതും, സലാസത്തുൻ മുതവാലിയാത്ത്, 3 മാസങ്ങൾ അതിൽ തുടർച്ചയായി വരുന്നതാണ്. അതേതൊക്കെയാണ്? ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും അടുത്തടുത്തായി വരുന്ന 3 മാസങ്ങളാണ്. അത് ഹജ്ജിന്റെ മാസങ്ങളായി കൊണ്ട് പരിഗണിക്കുന്ന മാസങ്ങളാണ്. ദുൽഖഅദ ദുൽഹിജ്ജ മാസങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീർത്ഥാടന യാത്രകളും മറ്റും ഹജ്ജിന്റെ കർമ്മങ്ങളുമൊക്കെ വരുന്നത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെ മുഹറം, ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്ന് പഠിപ്പിച്ചിട്ടുള്ള മുഹറം മാസമാണ്. അതേപോലെ തന്നെ വറജബു മുലർ, മുലർ ഗോത്രം പവിത്രമായി കണ്ടിരുന്ന റജബ് മാസവും എന്നിങ്ങനെ 4 മാസങ്ങൾ, അതിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം എന്നുള്ളത്. ആ മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് കൂടുതൽ പ്രാധാന്യവും അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗവുമൊക്കെ എല്ലാ മാസങ്ങളിലും എന്ന പോലെ ഈ മാസത്തിലും നമ്മൾ കാണണമെങ്കിലും ചില ആളുകൾ ഇതിന് ഇല്ലാത്ത തരത്തിലുള്ള ചില പ്രചാരങ്ങൾ നടത്തുകയും അനാവശ്യമായ ഒട്ടനവധി കാര്യങ്ങൾ ഈ മാസത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവോ അവന്റെ പ്രവാചകനോ പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദ്അത്തുകൾ ധാരാളമായി ചെയ്തു കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണിത്. റജബ് മാസത്തിന്റെ പവിത്രതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾക്കപ്പുറം അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത മഹത്വങ്ങൾ അതിന് കൊണ്ടുവരിക എന്നത് ഒരിക്കലും തന്നെ നമുക്ക് യോജിച്ചിട്ടുള്ള കാര്യമല്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയം കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ അതിനിങ്ങനെ പ്രത്യേകമായ പവിത്രതകൾ ഓരോന്നിങ്ങനെ എണ്ണിപ്പറയാൻ. എന്താണ്? ഒന്നാമതായി, ആരെങ്കിലും റജബ് മാസം ആദ്യമായി അറിയിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 600 വർഷം നോമ്പ് നോറ്റ പോലെയാണ്, അല്ലെങ്കിൽ 60 വർഷം നോമ്പ് നോറ്റ പോലെയാണ്. റജബ് മാസം എത്തി, അപ്പൊ തന്നെ എല്ലാവരും മൊബൈലിലേക്ക് റജബ് മാസം എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ മെസ്സേജ് വരിക. അപ്പൊ എന്താണ്? അങ്ങനെ ആദ്യം അറിയിക്കുന്ന ആള് ഞാനാകണം എന്ന നിലക്ക് ഇത് ഷെയർ ചെയ്യാൻ. അപ്പൊ ആദ്യം ഒരാൾ റജബ് മാസം മറ്റൊരാളെ അറിയിച്ചാൽ അതിന് ഇത്ര പ്രതിഫലമുണ്ട്, ഇങ്ങനെ മഹത്വമുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ നിലക്ക് ഒരു നിലക്കുമുള്ള രീതിയിൽ അത്തരമൊരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ ഈ മാസത്തിൽ പ്രത്യേകമായ നമസ്കാരമോ പ്രത്യേകമായ ഏതെങ്കിലും ഒരു നോമ്പോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ള സുന്നത്തായിട്ടുള്ള നോമ്പുകളോ കാര്യങ്ങൾക്കോ പുറമെ മറ്റൊരു തരത്തിലുമുള്ള നോമ്പുകളും ഈ മാസത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ്, റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഫളലുകൾ പറയുന്നതായി ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഫളല് പ്രത്യേകമായി ഈ മാസത്തിന്റെ പ്രാധാന്യം, പവിത്രത എടുത്തു പറയുന്ന ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലാ ഫീ സിയാമിഹി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നോമ്പോ, വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ, ഏതെങ്കിലും പ്രത്യേകമായൊരു ദിവസത്തെ നോമ്പ് പ്രത്യേകം പവിത്രതയുള്ളതായി പ്രാധാന്യമുള്ളതായോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, ഏതെങ്കിലും രാത്രികളിൽ പ്രത്യേകമായ നമസ്കാരമോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒന്നും തന്നെ എവിടെയും വന്നിട്ടില്ല. ഹദീസുൻ സ്വഹീഹുൻ യസ്ലഹു ലിൽ ഹുജ്ജ, തെളിവിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ഹദീസിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇവർ പറയുന്നത് എന്താ? ചില ഹദീസുകളൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും തെളിവിന് കൊള്ളാത്തതാണ്, തെളിവിന് പറ്റാത്തതാണ്. അതിൽ പറഞ്ഞതാണ്, ഒന്നാമതായി നമ്മൾ പറഞ്ഞ വിഷയം റജബ് മാസം അറിയിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അതൊരിക്കലും തന്നെ സ്വഹീഹായ ഹദീസിൽ അത് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റജബ് മാസത്തിന് പ്രത്യേകമായി പവിത്രത കൽപ്പിച്ചുകൊണ്ട് ആ മാസത്തിലെ പ്രത്യേകമായ ആഘോഷങ്ങളും അതേപോലെ തന്നെ ആരാധനകളുമൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നു വന്നിരുന്നുവെന്നും എന്നാൽ ഇസ്ലാം കടന്നു വന്നതോടുകൂടി അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു എന്നും കൃത്യമായി തന്നെ സ്വഹാബിമാരിൽ നിന്നും നമുക്ക് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നതാണ്.
അവർ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് റജബ് മാസത്തെ അവർ പവിത്രത കൽപ്പിക്കുകയും പലതരത്തിലുമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്ലാമിക ശരീഅത്ത് വന്നതോടുകൂടി, നിയമങ്ങൾ വന്നതോടുകൂടി അങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ അവരൊഴിവാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകൾ, കൊണ്ടുവരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ല കാര്യങ്ങളും അമലുകളായി, സ്വാലിഹായ കർമ്മങ്ങളായി കൊണ്ടുവരുന്നുവെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം നമുക്ക് ആവശ്യമല്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ? ഇത്തരത്തിലുള്ള പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത അനാചാരങ്ങൾ ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാ മാസങ്ങളിലും നമുക്ക് സുന്നത്തു നോമ്പുകൾ ധാരാളമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള തിങ്കളാഴ്ചയിലെയും അതേപോലെ തന്നെ വ്യാഴാഴ്ചയിലെയും ഏറെ സുന്നത്താക്കപ്പെട്ടുള്ള നോമ്പുകളുണ്ട്. ഒരുപാട് ഹദീസുകളിൽ തെളിവ് വന്ന വിഷയം, അതിനെക്കുറിച്ചൊന്നുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. അറബി മാസങ്ങളിൽ 13, 14, 15 ദിവസങ്ങൾ പ്രത്യേകമായി അയ്യാമുൽ ബീദ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിലെ നോമ്പുകൾ പ്രത്യേകമായി പവിത്രതയുള്ളതാണ്. ആ നോമ്പുകളുടെ പ്രാധാന്യവും പ്രത്യേകതകളും പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം ഇല്ലാത്ത കുറെ നോമ്പുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റജബ് മാസത്തിൽ സാധാരണഗതി നമ്മുടെ നാടുകളിൽ കടന്നുവരാറുള്ള മിഅ്റാജ് നോമ്പ് എന്ന് പറയുന്ന വിഷയം. മിഅ്റാജ് നോമ്പ്. അപ്പൊ അതിന്റെ പിന്നിൽ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്? നമ്മള് മിഅ്റാജ് സംഭവിച്ചിട്ടുള്ളത് റജബ് മാസത്തിലാണ് എന്ന നിലക്കുള്ള ഒരു പ്രചാരണം സാധാരണഗതിയിൽ നടക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റജബ് മാസത്തിലാണ് മിഅ്റാജ് സംഭവിച്ചിട്ടുള്ളത് എന്നതിന് ഒരു തെളിവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ചില പുസ്തകങ്ങളിൽ അങ്ങനെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ നിലക്കുള്ള ഒരു ഹദീസുകളും നമുക്ക് തെളിവായിക്കൊണ്ട് അല്ലെങ്കിൽ രേഖകളും നമുക്ക് തെളിവാക്കാൻ കഴിയുന്നതല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു തെളിവും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ നമുക്കറിയാം, ഇസ്രാ മിഅ്റാജ് യാത്ര പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുമൊക്കെ ഖുർആനിലും ഹദീസുകളിലും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അത് ഇന്ന ദിവസമാണ് എന്നോ ഇന്ന സമയത്താണ് എന്നോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണമെന്നോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വല്ല നമസ്കാരങ്ങളും ചെയ്യണമെന്നോ ഒന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് റജബ് 27 ഒരു നോമ്പും അതേപോലെ തന്നെ ഒരു നമസ്കാരവും പിൽക്കാലഘട്ടത്ത് ആളുകൾ കടത്തിക്കൂട്ടിയതാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഇബ്നുൽ അത്താർ അശ്ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, റജബു ലൈസ ഫീ ശൈഉം മിൻ ദാലിക ഐ അൽ ഫളാഇൽ. റജബ് മാസത്തിൽ പ്രത്യേകമായി ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ടുള്ള വല്ല ആരാധനാകർമ്മങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടേയില്ല. അതിൽ നിന്നും ഒന്നും തന്നെ പഠിപ്പിക്കപ്പെട്ടില്ല. ആ മാസത്തിൽ പ്രത്യേകമായി മറ്റു മാസങ്ങളിലില്ലാത്ത സിവാമായുശാരിക്കു ഗൈറഹു മിനശ്ശുഹൂർ, മറ്റു മാസങ്ങളിൽ പറയപ്പെട്ടില്ലാത്ത എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകമായിട്ടുള്ള ആരാധനകളും പഠിപ്പിച്ചിട്ടില്ല. അത് പിന്നീട് കടത്തിക്കൂട്ടിയതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വഖദ് ദക്കറ ബഅ്ദുഹും അന്നൽ മിഅ്റാജ വൽ ഇസ്റാ കാന ഫീഹി വലം യസ്ബുത് ദാലിക. ചില ആളുകൾ പറയുന്നു ഇസ്റാവും മിഅ്റാജൊക്കെ നടന്നത് റജബിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും തന്നെ തെളിവായി വന്നിട്ടില്ല എന്ന് ഇമാം ഷാഫിയുടെ ശിഷ്യഗണത്തിൽപ്പെടുന്ന ഒരു പണ്ഡിതൻ, ഷാഫി മദ്ഹബിലെ തന്നെ പ്രസിദ്ധനായ പണ്ഡിതൻ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ഇതൊരിക്കലും തന്നെ നമുക്ക് തെളിവായി എടുക്കാൻ പറ്റുന്ന യാതൊരു തരത്തിലുമുള്ള കാര്യവും അതിലില്ല. അതേപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായി ചില ആളുകൾ കൊണ്ടുവരാറുള്ള നോമ്പുണ്ട്, മിഅ്റാജിന്റെ നോമ്പ് എന്ന പേരിൽ ചില ആളുകൾ ആചാരമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണത്. അതിനെന്തെങ്കിലും പ്രമാണബദ്ധമായ വല്ല തെളിവുകളും നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഒരു തെളിവുമില്ല. എന്നാൽ ചില ആളുകൾ ചില ഹദീസുകൾ പരാമർശിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, മൻ സ്വാമ യൗമസ് സാബിഇൽ 20 മിൻ റജബ് കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റ. ഒരു ഹദീസാണ് പറയാണ്. ചില ആളുകൾ അടിച്ചുവിടുന്ന ഒരു ഹദീസാണ്. ആരെങ്കിലും റജബ് മാസത്തിൽ 27ാമത്തെ ദിവസം നോമ്പ് നോറ്റാൽ അവന് 60 മാസം നോമ്പ് നോറ്റ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അങ്ങനെ ഒരു ഹദീസ് കൊണ്ടുവന്നപ്പെട്ടിട്ടില്ല എന്നും ആ ഹദീസ് മൗളൂആയ ഹദീസാണ്. മൗളൂ എന്ന് പറഞ്ഞാൽ സ്വഹീഹായ ഹദീസുകൾ നമുക്കറിയാം സ്വീകാര്യയോഗ്യമാണ്.
അതിൽ തന്നെ ദഈഫായ ഹദീസുകൾ, തള്ളിക്കളയേണ്ട ഹദീസുകൾ ഉണ്ടാകും. എന്നാൽ അതിനും അപ്പുറമാണ് മൗദൂആയ ഹദീസുകളുടെ സ്ഥാനം. അത് കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകളാണെന്നാണ്. ദഈഫിനേക്കാൾ അങ്ങേയറ്റമാണ്, ദഈഫിനേക്കാളും ദുർബലമായ ഹദീസുകൾക്കാണ് മൗദൂആയ ഹദീസുകളെന്ന് ഹദീസ് നിദാന ശാസ്ത്രം ഹദീസുകൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുന്നിടത്ത് വരുന്നത്. അങ്ങനെ തള്ളിക്കളയേണ്ട കെട്ടിച്ചമക്കപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. ഇതിന് യാതൊരു പിൻബലവുമില്ല. പ്രവാചകനിലേക്ക് എത്തുന്ന ഒരു പരമ്പരയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരം അനാചാരങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വരുന്നതാണ് പ്രത്യേകമായ നമസ്കാരങ്ങൾ, അതിന് പ്രത്യേകമായ രീതികളൊക്കെ, സ്വലാത്തുൽ അവ്വാബീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നമസ്കാരങ്ങൾ, അതേപോലെ മിഅ്റാജിന്റെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള ചില പ്രത്യേകമായ സദസ്സുകൾ സംഘടിപ്പിക്കലുമൊക്കെ ഇതിന്റെ ഭാഗമായി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പിന്നീട് കടന്നു വന്നിട്ടുള്ള വിഷയമാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞതിന് ശേഷം 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീടും ജീവിച്ചിട്ടുണ്ട്. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു റജബ് മാസത്തിൽ ഇങ്ങനെ ഒരു നോമ്പോ ഇത്തരത്തിലൊരു നമസ്കാരമോ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഏതെങ്കിലും ഒരു അനുഷ്ഠാനങ്ങളോ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനേ സാധിക്കുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലാണ് പലപ്പോഴും താല്പര്യം. അതെന്താ? ഒരാള് തിങ്കളാഴ്ച നോമ്പ് വെക്കുന്നു, അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് വെക്കുന്നു എന്നതുകൊണ്ട് മൂല്യർക്ക് കാര്യമായിട്ട് പ്രയോജനമൊന്നുമില്ല. എന്നാൽ ഒരു ഇസ്രായിന്റെ നോമ്പ് അല്ലെങ്കിൽ ഒരു മിഅ്റാജിന്റെ നോമ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട കാര്യങ്ങളിൽ ഞങ്ങളുടെ നാടുകളിലൊക്കെ ചീരണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഇതെല്ലാവരും അവരുടെ വീട്ടിലുണ്ടാക്കുന്ന നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാകുന്ന പലഹാരങ്ങൾ, അതോടൊപ്പം തന്നെ കൽത്തപ്പം പോലെയുള്ള എന്തെങ്കിലും പ്രത്യേകമായ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കണം. അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ പ്രത്യേകമായി അവർ ഫിക്സ് ചെയ്ത് കൊടുക്കണം, ഇന്ന ദിവസങ്ങൾ ഇന്ന വീട്ടിൽ. അപ്പൊ അവിടെ ഒരു സ്വലാത്തും ഒരു ദിക്റും ഒരു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണ പരിപാടിയും, അങ്ങനെ ആ റജബുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു 5-8 ദിവസത്തിനുള്ള പരിപാടികൾ, മൗലൂദുകൾ, അതേപോലെ തന്നെ ഭക്ഷണ പരിപാടികൾ അവിടെ പ്ലാൻ ചെയ്യും. ഇതൊരാള് സാധാരണഗതിയിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്ത് നോമ്പാണെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയൊന്നും അവിടെ ഉണ്ടാവില്ല. ഒരാള് വീട്ടിലേക്ക് വരുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കണം, അതേപോലെ തന്നെ അവിടെ അൽഫാത്തിഹ ഓതിയാൽ അതിന് ചില്ലറ കൊടുക്കണം. അതുകൊണ്ടാണ് ഇത്തരം അനാചാരങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള ഓരോ മാസവും നമ്മൾ ചെയ്യേണ്ടതായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കൃത്യമായി പ്രമാണമുള്ള സുന്നത്ത് നോമ്പുകൾക്ക് നൽകാത്ത പ്രാധാന്യം ഇത്തരം ബിദ്അത്തുകൾക്ക് കൊടുക്കുന്നത് എന്തേ എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലുള്ള കാര്യത നമ്മൾ പറയാം, എന്ത് മൂല്യരായിക്കോട്ടെ, നോമ്പൊക്കെ ഞങ്ങളൊക്കെ അതിന് വല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ ചെയ്തോളാം, പക്ഷേ നമ്മളെ വീട്ടിൽ അതിന്റെ പരിപാടിയൊന്നും ഉണ്ടാക്കണില്ല, ഒരു കൽത്തപ്പൊട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നോമ്പുകളൊക്കെ വല്ല പൊയ്ക്കോളും. അതാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള പ്രശ്നം. എവിടെയും സാമ്പത്തികമായ കാര്യങ്ങൾ, വരവുകളുണ്ടോ എന്നുള്ളത് മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ബിദ്അത്തുകൾക്ക് പിന്നിലുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രവാചകൻ എന്ത് ചെയ്തു, പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു, അതാണ് അവർ നോക്കുന്നത്. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരാണ് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവരാണ് സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഉണ്ടാകുക. ആരാണ് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നത്? എന്താ ധിക്കാരം? നബി നോറ്റിട്ടില്ല, അത് ഞങ്ങൾക്ക് നോക്കണ്ട, ഞങ്ങൾ നോക്കും, ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, മൂല്യര് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളത് നോക്കും എന്ന നിലക്കാണെങ്കിൽ അവർ അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നവരാണ്. ആ ധിക്കാരം എന്ന് പറയുന്നത് നരകത്തിന്റെ വഴിയാണ്, നരകത്തിന്റെ വഴിയാണ്, ബിദ്അത്താണത്. ഒരു നോമ്പ് നോറ്റാൽ ഇപ്പൊ എങ്ങനെ, എന്താ അതിന് പ്രശ്നം? നല്ലതല്ലേ, നോമ്പ് വെക്കണത് നല്ലതല്ലേ, നോമ്പ് വെക്കുന്നത് നല്ലതാണ്, നല്ല കാര്യമാണ്. പക്ഷേ അതിന് ഇത്തിബാ ഉണ്ടാകണം, പ്രവാചകന്റെ ചര്യയുണ്ടാകണം. ഏതൊരു അമലും നമുക്ക് അത് ദീനിൽപ്പെട്ട സ്വാലിഹായ സൽക്കർമ്മമായി അത് മാറണമെങ്കിൽ അതിന് ഇത്തിബാ സുന്ന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഉണ്ടായിരിക്കണം. നബിനൊരു ആവശ്യമില്ല, നബിന് അള്ളാഹു പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ തോന്നിയ മാതിരി ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന മതം അത് ഇസ്ലാമാണ് എന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ്. അൽ ഇസ്ലാം, ഇസ്ലാമാണത്. എന്താ ഇസ്ലാം? അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു പ്രവാചകനിലേക്ക് അതിന്റെ ശരീഅത്തുകൾ, അതിന്റെ നിയമങ്ങൾ, അതങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ നമ്മളെല്ലാവരും ളുഹർ നമസ്കരിക്കുന്നു, അത് 4 റക്അത്താണ്, സുബഹിസ്കരിക്കുന്നു 2 റക്അത്താണ്,
ഒരാൾ പറയും എനിക്ക് കുറച്ച് അധികം ടൈമുണ്ട്, ഞാനൊരു 3 റക്അത്തോ 4 റക്അത്തോ നിസ്കരിക്കാം എന്നവന് പറയാൻ പറ്റൂല. അന്തേ നിസ്കരിക്കണം നല്ലതല്ലേ? നമ്മൾ സുജൂദുകളും റുക്കൂകളും ദിക്റുകളും സൂറത്തൊക്കെ ചൊല്ലുന്ന നല്ലതല്ലേ? എന്നെന്താ പ്രശ്നം? ഒരു 3 റക്അത്ത് നിസ്കരിച്ചൂടെ എന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം എന്താ? അത് റസൂല് പഠിപ്പിച്ചത് 2 അതേ പറ്റുള്ളൂ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ ഐച്ഛികമായ നമസ്കാരങ്ങളുണ്ട്. അതിന് പുറമെ നമ്മുടേതായ നിലക്ക് ഏതെങ്കിലും ദിവസത്തിന് പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് ഇന്ന പ്രതിഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കടന്നു വരുന്നെങ്കിൽ അത് അവൻ മതത്തിൽ സ്വയം നിയമമുണ്ടാക്കലാണ്. മതത്തിൽ അവൻ സ്വയം നിയമമുണ്ടാക്കാൻ പുതിയൊരു നോമ്പ് ഓന്റെ വകയായിട്ട് ഉണ്ടാക്കാൻ അത് അള്ളാഹുവിന്റെ ശരീഅത്തിൽ കടത്തിക്കൂട്ടലാണ്, അവന്റേതായ നിലക്ക് കൈക്രിയ നടത്തലാണ്. നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ അവരിലേക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ കോട്ടിമാട്ടിയതിനെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പറഞ്ഞു. യുഹർരിഫൂനൽ കലിമാൻ മവാലിഇഹി, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിലെ വചനങ്ങൾ മാറ്റിക്കളഞ്ഞു. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള തൗറാത്തും ഇഞ്ചീലും സബൂറും അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിന് ശേഷം അവരുടെ അനുയായികൾ മാറ്റിത്തിരുത്തിയതുപോലെ അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ ശരീഅത്തിൽ സ്വയം നിയമങ്ങൾ ഉണ്ടാക്കി, അവർ മതം പുതുതായി ഉണ്ടാക്കി, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കി, അള്ളാഹുവിൻ്റെതായിട്ടുള്ള അവന് മാത്രം അധികാരപ്പെട്ടിട്ടുള്ള കാര്യത്തിലാണ് കടത്തിക്കൂട്ടുന്നത്. അത് ഗൗരവമുള്ള വിഷയമാണ്. അള്ളാന്റെ റസൂലിന് പോലും മതത്തിലൊരു കാര്യം സ്വന്തമായി തീരുമാനമെടുക്കാൻ അധികാരം അല്ലാഹു നൽകിയിട്ടില്ല. വലൗ തഖവ്വല അലൈന ബഅലൽ അഖാവിൽ എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ റസൂലിനോട് നേരിട്ടുള്ള സംസാരം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും ഒരു കാര്യം നീ നിന്റേതായ ഇഷ്ടത്തിന് ചെയ്യുകയാണ് എങ്കിൽ എന്റെ വലത് കൈകൊണ്ട് നിന്നെ ഞാൻ പിടിക്കുകയും നിന്റെ കണ്ടനാടി ഞാൻ മുറിച്ചു കളയുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതാ, നിന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റൂല. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. മതപരമായ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടത്തിന് പറയുന്നതല്ല, അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അള്ളാന്റെ റസൂലിനൊരു വഹി കിട്ടി, ഇങ്ങനൊരു നിസ്കാരം, ഇങ്ങനൊരു നോമ്പ്, ഇങ്ങനൊരു കാര്യം, അത് അള്ളാന്റെ റസൂല് പറയാ പഠിപ്പിക്കുക എന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള ഇത്തരം അനാചാരങ്ങളെ നമ്മൾ കൊണ്ടു നടക്കുക? അതുകൊണ്ട് റജബ് മാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് പവിത്രമായ മാസമാണ്. 4 മാസങ്ങൾക്ക് പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള പോലെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള അശ്ഹുറുൽ ഹുറും പവിത്രമാക്കപ്പെട്ട മാസം എന്ന നിലക്കുള്ള പ്രത്യേകതകൾ അതിനുണ്ട്. അതിലെ നന്മകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്, തിന്മകൾക്ക് ഗൗരവമുള്ളതുപോലെ തന്നെ. എന്നാൽ അതിൽ പ്രത്യേകമായി ഏതെങ്കിലും ഒരു നോമ്പോ നമസ്കാരമോ മറ്റേതെങ്കിലും ആചാരങ്ങളോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ബിദ്അത്തുകളുടെ ഗൗരവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. ഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മതൻ ലിൽ ആലമീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വിശദമായി തന്നെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. നേർച്ച എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെക്കുറിച്ചും നാം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം ഇന്നലെ ഒരു യാത്രയുടെ ആവശ്യവുമായി കോഴിക്കോട് ഭാഗത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അപ്പവാണിഭ നേർച്ച. അത് തുടങ്ങാൻ അപ്പവാണിഭ നേർച്ച. അപ്പം അതിന്റെ പിന്നിലുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് കയ്യിന് അസുഖമുണ്ടെങ്കിൽ കയ്യിന്റെ രീതിയിലുള്ളൊരപ്പം ഉണ്ടാക്കിയിട്ടത് തങ്ങൾക്ക് അവിടുത്തെ ജാറത്തിൽ സമർപ്പിച്ചാൽ അതിന് അസുഖം മാറുന്നതാണ്. അതാണ് ആ നേർച്ചയുടെ പിന്നിലുള്ള കാര്യങ്ങൾ. അപ്പവാണിഭം, ആ പേരിൽ തന്നെ വാണിഭം എന്നുണ്ട്, അപ്പവാണിഭം. ഏതൊരു നേർച്ചയുടെയും പിന്നിലുള്ള ചരിത്രം പരിശോധിച്ചാൽ അത് വാണിഭമാണ്. അവിടുത്തെ കച്ചവടങ്ങൾ മാത്രമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവുമില്ല നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെയായി നമ്മുടെയൊക്കെ മൊബൈലുകളിൽ വന്നിട്ടുള്ള വീഡിയോകൾ, ഫോട്ടോകൾ ഒക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എല്ലായിടങ്ങളിലും വാർത്തയായിരിക്കുകയാണ്. കേരളം മൊത്തം ചർച്ച ചെയ്തിരിക്കുകയാണ്
തിരൂരിലെ ജാറത്തിലുണ്ടായുള്ള ആനയടഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ്. എത്ര ദൗർഭാഗ്യകരമായൊരു സംഭവമാണത്. ഇതര മതവിശ്വാസികൾക്കിടയിൽ, മറ്റുള്ള ആളുകൾക്കിടയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാഴ്ചപ്പാട് എന്താണ് അവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? പരിശുദ്ധ ഇസ്ലാം നിരോധിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള മ്യൂസിക്കുകൾ, അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ സകലതും അവിടെ ചെയ്യാൻ. പ്രത്യേകമായിട്ട് വാർത്തകളിലൊക്കെ ഒന്നൊരു വിഷയം, രാവിലെ 1 മണി 2 മണി സമയത്ത് പ്രഭാതത്തിലാണത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് ഒരുപാട് ആളുകൾ അതിലൊക്കെ വന്ന കമന്റുകൾ, ഞാൻ ആ വാർത്തകൾ ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ കമന്റുകൾ വായിച്ചു നോക്കിയപ്പോൾ പല ആളുകളും ഇതിലുള്ള വിഷയമാണ്. രാത്രി 1 മണി 2 മണി ആ സമയത്തൊക്കെ ഈ ആനനെ അവിടെ നിർത്തിയിട്ട് ഇഷ്ടംപോലെ ആൾ അപ്പുറത്തുപ്പുറത്തു നിന്ന് ചെണ്ട കൊട്ടി, അതേപോലെ തന്നെ തുള്ളിച്ചാടി പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ചില ആളുകൾ പറഞ്ഞത് ആനക്കുറങ്ങൊന്നും വേണ്ട, ആൾക്കാർക്ക് ബോധമില്ലാന്ന് വെച്ചിട്ട് ആനക്കെന്ത് ചെയ്യാനാണ്, ആനന്റെ സമയമല്ലേ. ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ആളുകൾ നടത്തുമ്പോൾ അതിനടിയിലൊക്കെ വന്നിട്ട് പ്രവാചകനെയും അള്ളാഹുവിനെയും ഒക്കെ തെറി പറയുന്ന കമന്റുകൾ കാണാൻ പറ്റും. അത് ശ്രദ്ധിച്ചാൽ മതി. ഒരു പുസ്തകം വായിച്ചു പോയതല്ലേ എന്നാണ്. പുസ്തകത്തിൽ ഇതില്ല. നമ്മുടെ ഖുർആനിനെ കുറിച്ചാണ് പറയുന്നത്, പ്രവാചകന്റെ ഹദീസുകളെ കുറിച്ചാണ് പറയുന്നത്. ഖുർആനിലോ ഹദീസിലോ ഇത്തരമൊരു സംഭവമില്ല. അതിൽ ആളുകൾ പറയുന്നത് ആനക്കെന്താ കുഴപ്പം, ആനക്കെന്താ, ഒരു മൂലരോട് ചോദിക്കുക, ആന കൊണ്ടുണ്ടല്ലോ, ആനക്കെന്താ കുഴപ്പം, ഖുർആനിലൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നാണ്. എന്താ ഖുർആനിൽ പറഞ്ഞത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, അതിനെ പറ്റിയാ പറയുന്നത്. ആനനെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? നമ്രൂദിന്റെ ആ പട വന്നിട്ട്, പിന്നെ അതേപോലെ തന്നെ നജ്ജാശി രാജാവുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സംഭവങ്ങളും മറ്റും, അതല്ലെങ്കിൽ പിന്നെ കഅബ പൊളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയങ്ങളൊക്കെയാണ് പിന്നീട് പറയുന്നത്. അതിൽ ആനകളെ പിന്നെ അബാബിയിൽ പക്ഷികൾ വന്ന് കൊന്ന സംഭവവും മറ്റൊക്കെ പറഞ്ഞിട്ട് ആനനെ പറ്റി ഖുർആനിൽ പറഞ്ഞുകൊണ്ടല്ലോ. അതാണ് മൂപ്പർക്ക് അവിടെ ആനനെ കൊണ്ടുവരാൻ തെളിവ് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം ഇന്നലെ ഒരാളെ ഒരു വോയിസ് വന്നത് ആന വഹാബിയാണോ എന്ന് സംശയം ഉണ്ടെന്നുള്ള. ആലോചിച്ച് നോക്കി, എത്രമാത്രം വിവരക്കേടാണ് പറയുന്നത്, ബുദ്ധിശൂന്യമായ കാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, വളരെ ഇതിനൊക്കെ നിയമ നടപടികൾ കൊണ്ടുവരേണ്ട വിഷയം. 3-4 ദിവസം നമ്മുടെ ഈ വഴി ഇതൊരു മെയിൻ റോഡാണ്, എറണാകുളവും കോഴിക്കോടുമൊക്കെയായി ബന്ധപ്പെടുത്തുന്ന മെയിൻ റോഡാണ്. ആ റോഡ് അടച്ചിടാണ്. യാത്രാ സൗകര്യങ്ങൾ, എയർപോർട്ടിലേക്ക് പോകേണ്ട യാത്രക്കാർ, ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ട യാത്രക്കാർ, അവർക്കൊക്കെ അതിലൂടെ പോകാൻ പറ്റുമോ? രാത്രി കാലങ്ങളിൽ ഇപ്പോഴും അവിടെ കലാപരിപാടികളും മറ്റുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കുള്ള യാത്രകൾക്ക് ബുദ്ധിമുട്ടുകൾ. വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ റോഡ് ബ്ലോക്കാക്കിയിട്ട് കാണിക്കുന്ന ഈ തോന്നിവാസം, പരിശുദ്ധ ഇസ്ലാമുമായി അതിനെങ്ങനെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുക? ഒരാളുടെ കൊലപാതകമാണ് നടന്നത്, അല്ലെ? ഒരാളെ കൊന്നില്ലേ? അള്ളാഹു പവിത്രമാക്കിയ ഒരു ആത്മാവിനെ കൊന്നുകളയാൻ അള്ളാഹുവിന്റെ മതത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരം പേക്കൂത്തുകൾ നടത്തുന്ന ആളുകൾ പടച്ച റബ്ബിന് മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതിന് കൂട്ടുനിന്നവർ, അതിന് കാഴ്ചക്കാരായി പോയവർ, അതിനുത്തരവാദികളാണ്. ആ കൊലപാതകത്തിന് അവർ നാളെ പടച്ച റബ്ബിന് മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അത് ആനല്ലേ, ഞങ്ങളെന്താട്ടാനാണ്? അത് നിങ്ങൾ കൊടുന്നല്ലേ? ഇത്തരത്തിലുള്ള ശിർക്കിന്റെ, ബിദ്അത്തുകളുടെ, ഖുറാഫാത്തുകളുടെ എന്താണ് വരവ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഓരോ നാട്ടിൽ നിന്നും വരവ് വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നു. മ്യൂസിക്കുകളിട്ട്, അതല്ലെങ്കിൽ ഇതര മതവിശ്വാസികൾ അവരുടെ ആരാധനകളുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിലൊക്കെ വെക്കുന്ന പാട്ടുകൾ വെച്ചിട്ട് ദഫ്മുട്ടാണ്. ദഫ്മുട്ട്, അതിന് പാട്ടെന്താണ്? മറ്റുള്ള മതവിശ്വാസികളുടെ പാട്ടുകളാണ് ഉപയോഗിച്ച മതസൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദം, ഇതിനൊക്കെ വലിയ സൗഹാർദ്ദമാണ്. നമ്മളിവിടെ മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദങ്ങൾ വളരെയധികം അനിവാര്യമാണെന്ന് പറയുന്ന ആളുകളാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമൊക്കെ തോളോട് തോൾ ചേർന്നുകൊണ്ട് നിൽക്കണം. പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ അവരും, അവരുടെ ആഘോഷങ്ങൾ നമ്മളും എന്നുള്ളതല്ല സൗഹാർദ്ദത്തിന്റെ മാനദണ്ഡം. അവരവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയും നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് പോവുകയും അതിനിടയിൽ മാനുഷികമായ ബന്ധങ്ങൾ, പരിഗണനകൾ, സൗഹൃദങ്ങൾ അതെല്ലാം വേണം. പക്ഷെ ഒരിക്കലും മതങ്ങൾ തമ്മിൽ കൈമാറിക്കൊണ്ടുള്ള ഒരു സ്നേഹമല്ല വേണ്ടത്. അതിവിടൊക്കെ ഒരുപാട് നമ്മളൊരു വീഡിയോയിൽ കണ്ടത്, സ്ത്രീകളടക്കമുള്ള ആളുകൾ റോട്ടിലൂടെ ഡാൻസ് കളിച്ചിട്ട് പോവാണ്.
ആലോചിച്ച് ഒരു കാലത്ത് എഴുത്തും വായനയും പോലും നിരോധിച്ചുകൊണ്ട് വീടുകൾക്കുള്ളിൽ തളച്ചിട്ടിരുന്ന ആളുകളാണ് ഇവര്. ഇപ്പൊ പുരോഗമനം പറഞ്ഞു നടക്കണ്ടല്ലോ, ഞങ്ങളാണ് ഇവിടെ മൊത്തം ഉണ്ടാക്കിയെന്ന് അല്ലേ. ഒരു കാലത്തും ലാ തജ്അലുൽ ബാനീന മദ്റസ ബയ്യിൽ യതഅല്ലമൂന എന്ന് പാട്ടുപാടിയത് ഒരു പെൺകുട്ടിയെയും മദ്രസയിലേക്ക് വിടരുത്, പഠിപ്പിക്കാൻ വിടരുത്. ജഹന്നമിന്റെ ആഖിറിലെ മീം കൊണ്ടാണ് മദ്രസയിലൂടെ ആദ്യത്തെ മീമുണ്ടാക്കിയതെന്ന് എഴുതി ഇന്നും ആ ഫത്വകൾ അവരുടെ പുസ്തകങ്ങളിൽ കിടക്കുകയാണ്. മദ്രസ എന്നുള്ളതിൽ ആദ്യത്തെ മീമ് ജഹന്നമിലെ അവസാനത്തെ മീമ് കൊണ്ടുണ്ടാക്കി. അപ്പൊ ഒരാൾ മദ്രസയിൽ പോയോ അവന്റെ അവസാനം ജഹന്നമിലാണെന്ന്. പെണ്ണുങ്ങളെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ പാടില്ല, വീട്ടിന്റെ ഉള്ളിൽ കുത്തരിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ആ സ്ത്രീകളെപ്പോലും ഡാൻസ് കളിപ്പിച്ചിട്ട് റോട്ടിലൂടെ നടത്തുകയാണ്. ഇത് നമ്മൾ മതമാണെന്ന് വിശ്വസിക്കണം. ഇതാണ് സുന്നത്ത് ജമാഅത്ത് നമ്മൾ വിശ്വസിക്കണം. ആലോചിക്കുക, എത്രമാത്രം ദാരുണമായൊരു സംഭവമാണ്. ചില പത്രങ്ങളിലൊക്കെ വന്നത് തിരൂരിലെ പള്ളിയിലുണ്ടായ അപകടം. എന്ത് പള്ളി? പള്ളിയേറ്റ് എന്തെങ്കിലും ബന്ധമുണ്ടോ? പള്ളിയുമായി അതിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അത് ജാറമാണത്, അത് ശിർക്കിന്റെ കേന്ദ്രമാണത്, വിഗ്രഹാരാധനയുടെ കേന്ദ്രമാണത്. അതുമായി ഇസ്ലാമിന് യാതൊരു ബന്ധമില്ല. അത് നമ്മൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ചില പണ്ഡിതന്മാരത് കൃത്യമായി തന്നെ പറഞ്ഞു. അതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് ചില ആളുകൾ ഇപ്പോൾ പറയാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, അത്തരം അനാചാരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലാഹുവിന്റെ ദീനിനെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന, പണമുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ പരിശോധിച്ച് കോടിക്കണക്കിന് രൂപന്റെ കച്ചവടമാണ് നടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യവും പൊലിമയും കൊടുത്ത് വരും വർഷങ്ങളിൽ അവരിത് തുടർത്തിക്കൊണ്ടുപോകാന്നല്ലാതെ ഇതിന് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗങ്ങൾ ഇപ്പോഴും വീഡിയോകളൊക്കെ വൈറലായിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ MP മുമ്പ് പ്രസംഗിച്ചുള്ള വിഷയങ്ങളൊക്കെ അതൊക്കെ ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുക. 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചുള്ള വിഷയമാണ്. അന്ന് പറഞ്ഞിട്ട് ഇന്നും അതേപോലെ തന്നെ അതൊക്കെ തുടർത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം. അള്ളാഹുവിന്റെ കഠിനമായ ഏതെങ്കിലും ശിക്ഷ നമ്മളെ പിടികൂടുന്നതിൽ നിന്ന് നാം അള്ളാഹുവിനോട് സഹായം തേടേണ്ടതുണ്ട്. ഇത്തരം ആളുകൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്കേണ്ടതുണ്ട്. അധികാരികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ള CRE എന്ന് പറയുന്ന സംരംഭം, തുടർ മതപഠന സംരംഭം, നമ്മളെ കുട്ടികൾ മദ്രസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർക്ക് കാര്യമായൊരു മതപരമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണി മുതൽ 9 മണി വരെ നമ്മുടെ ഈ ക്യാമ്പസിൽ വെച്ച് ഒരു മതപഠന സംരംഭം നടത്താമെന്ന് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിന്റെ ഉദ്ഘാടനം നടത്തി. നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ആളുകൾ ഏകദേശം 24ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്യുകയും അത്ര തന്നെ കുട്ടികൾ പങ്കെടുക്കുകയും ചെയ്തു. അതിലേറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു വിഷയം, രക്ഷിതാക്കളെ കൂടി പ്രത്യേകം നമ്മൾ ക്ഷണിച്ചിരുന്നു. അവരെ വളരെ താല്പര്യത്തോടുകൂടി ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും അവർക്ക് കിട്ടേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. എല്ലാവർക്കും പല പരിപാടിയുള്ളവരല്ല, എല്ലാവരും തിരക്കുള്ളവരാണ്. പക്ഷെ ആ ഒരു സമയം അവർ മാറ്റിവെച്ചു. ഈ ഒരു കാലഘട്ടത്ത് നമ്മുടെ മക്കൾക്ക് അത് വളരെ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ 24 കുട്ടികൾ അവരുടെ രക്ഷിതാക്കളൊക്കെ വന്ന് വളരെ ഭംഗിയായി നമുക്ക് ആ പരിപാടി അതിന്റെ ഉദ്ഘാടനം നടത്താൻ സാധിച്ചുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിൽ അതിന്റെ ക്ലാസുകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതെങ്കിലും ആളുകൾ നിങ്ങളുടെ മക്കളെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ആ രജിസ്ട്രേഷൻ നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഏതായാലും ആ ഒരു 24 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇരു ലോകത്തും അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ രോഗികളായി കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഹോസ്പിറ്റലിൽ ചെറിയ ചികിത്സകളുമൊക്കെ ആയിക്കൊണ്ട് കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ അസുഖങ്ങളും എത്രയും വേഗം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. കഠിനമായ വേദനയും മറ്റുമൊക്കെ ആയിക്കൊണ്ട് പ്രയാസപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. വ്യത്യസ്തമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ ചര്യ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ
നീ ഞങ്ങൾക്ക് അവസരം പ്രദാനം ചെയ്യുമാറാകണമേ. പവിത്രമായി പഠിപ്പിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ ആ നിലക്ക് ചെയ്യുവാനും പുത്തനാചാരങ്ങൾ അതേപോലെ തന്നെ അനാചാരങ്ങൾ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ഹാദാ വസല്ലു വസല്ലിമു റഹിമകുമുല്ലാഹ് അലാ മൻ അമറകും ബിസ്സലാത്തി വസ്സലാമി അലൈഹി വഖാല ജല്ല മൻ ഖായിലിൻ അലീമാ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم وزد وبارك على عبدك ورسولك محمد. وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. واذكروا الله العليم الجليل يذكركم واشكروه على نعمه يزدكم ولذكر الله أكبر. والله